ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ധ്യാനചിന്തയായി വായിക്കുന്ന വേദഭാഗം യേശു കഫർന്നഹൂമിലെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അശുദ്ധാത്മാവ് പിടിപെട്ട ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. മറ്റൊരു ഭാഗത്തും വായിക്കാതെ വേറിട്ടൊരു ചിന്തയാണ് ഇന്ന് നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പോലും തൻ്റെ അധികാരം പുറത്തെടുത്തതായി മറ്റെങ്ങും കാണുവാനായി സാധിക്കില്ല. എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു ഇവിടെ അധികാരത്തോടെ ചെയ്യുന്നത് കണ്ട് യേശുവിന് ചുറ്റും കൂടിയ ജനക്കൂട്ടം പോലും ആശ്ചര്യപ്പെട്ടു പോകുന്നു. യേശു തൻ്റെ അധികാരം ഉപയോഗിച്ചത് തിന്മയ്ക്കെതിരെയാണ്. ഈ നോമ്പുകാലം നാം ഓരോരുത്തരും ആത്മപരിശോധനയ്ക്കും പാപത്തിൽ നിന്ന് തിരിച്ചു വരുവാനുമുള്ള ഉചിതമായ ഒരു സമയമാണ്. നമ്മളൊക്കെ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നുണ്ടോ? ഈ കാലം വിശ്വാസം ആഴപ്പെടുത്താനുള്ളതാണ്. യേശു ഒരു മനുഷ്യനെ ശുദ്ധീകരിച്ചതുപോലെ നമ്മയും ആത്മീയമായി പുതുക്കാൻ വിളിക്കുന്നു. നമുക്കെല്ലാം ഒരു റിഫ്രഷിംഗ് പ്രോസസ്സ് ആവശ്യമാണ്. ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ആവശ്യമാണ്. ഈ നോമ്പുകാലം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ പുതുക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.